ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന വാഞ്ഛയോടെ ഈ പുതിയ ദിവസം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തനിമയിലേക്ക് എന്ന വേദചിന്ത നമ്മെ ഇന്ന് ധന്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഇന്ന് ആധുനിക യുഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് സമാധാനമില്ലാതെ പരക്കം പായുന്ന ഒരു ജീവിതം. എങ്ങും ഒരു സ്വസ്ഥത കാണുന്നില്ല. ജനിച്ചു വളർന്ന ഭവനത്തിൽ സ്വസ്ഥത കിട്ടുന്നില്ല. പ്രവർത്തന മേഖലകളിൽ സ്വസ്ഥത കാണുന്നില്ല. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, എവിടെ നോക്കിയാലും സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ദൈവം ഇതാണോ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കി അവർ സമാധാനമായും സ്വസ്ഥമായും കഴിയുന്നത് കാണുവാൻ, കണ്ട് സന്തോഷിക്കുവാൻ, അവരോട് ഒന്നിച്ച് ഉല്ലസിക്കുവാൻ ദിനം പ്രതി ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന പതിവായിരുന്നു എന്ന് നാം പഠിക്കുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഇന്ന് ഓരോ നിമിഷവും നെടുവീർപ്പിട്ടുകൊണ്ട് ഓരോ വ്യക്തിയും ചോദിക്കുക, ദൈവമേ നീ എവിടെ പോയിരിക്കുക? ഞാൻ നിന്നെ അവിടെ അന്വേഷിക്കുന്നു, ഇവിടെ അന്വേഷിക്കുന്നു, പള്ളിയിൽ അന്വേഷിക്കുന്നു, ആരാധനാസ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നു, അത്ഭുത പ്രവർത്തികളിൽ അന്വേഷിക്കുന്നു, സാമ്പത്തിക നേട്ടത്തിൽ അന്വേഷിക്കുന്നു, പ്രോസ്പെരിറ്റിയിൽ അന്വേഷിക്കുന്നു. എങ്ങും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. മനുഷ്യരെന്ത് ചെയ്യും? എന്നാൽ സ്വസ്ഥത അനുഭവിച്ച, സമാധാനം അനുഭവിച്ച ഒരു ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നില്ല. എന്നും അടിക്കടി പ്രശ്നങ്ങൾ. വെറും ഒരു ഇടയ ബാലനായിരുന്ന ദാവീദ് താൻ വളർന്ന് യൗവനക്കാരനായി അടുത്ത രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഉടനെയൊന്നും ദൈവം അവനെ രാജാവാക്കുവാൻ അനുവദിച്ചില്ല. അവൻ പല പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയി അവൻ്റെ ആത്മാവിനെയും അവൻ്റെ ശരീരത്തെയും അവൻ്റെ മനസ്സിനെയും ബലപ്പെടുത്തേണ്ടിയിരുന്നു. ജീവിതം പരിശോധനകളുടെയും പരീക്ഷണങ്ങളുടെയും പരാജയങ്ങളുടെയും എല്ലാം ഒരു കൂമ്പാരമാകും. ഇവയുടെ മധ്യത്തിൽ, ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് സ്വസ്ഥത അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത്
ദാവീദ് തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു തരിക. എങ്ങും സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൻ്റെ മുൻപിൽ പ്രാണസ്നേഹിതൻ പോലും കൈവിട്ട അവസരത്തിൽ ദാവീദ് വിലപിക്കുക, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ കൈവിട്ടിരിക്കുന്നു. ഭാരങ്ങളുടെയൊക്കെയും പട്ടികകൾ നിരത്തിയ ശേഷം ഈ ദൈവദാസൻ ദൈവശബ്ദം കേൾക്കുകയാണ്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. 55 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക. ജീവിതം പ്രശ്ന സങ്കീർണമാകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ മാനുഷികമായ കഴിവുകൾ കൊണ്ട് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്നതല്ല. എവിടെയെല്ലാം പോയി എന്തെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു സമാധാനമോ ശാന്തതയോ വർദ്ധിക്കുന്നില്ല. നാം അടുത്ത നാളുകളിൽ ഇതുപോലെയുള്ള എത്ര അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കോടീശ്വരന്മാരുടെ ആത്മഹത്യ, ഭവനങ്ങളിലെ സ്വസ്ഥതയില്ലായ്മ, കൂട്ടുകാരുടെ ഇടയിലെ അക്രമ വാസന, പഠിക്കുന്ന കുട്ടികളുടെ അന്യോന്യമുള്ള ബന്ധത്തിലുള്ള അരുതായ്മ, അതിൻ്റെ ഫലമായി അരുതാത്ത അനുഭവങ്ങൾ സ്കൂളുകളിലും കലാലയങ്ങളിലും പെരുകി വരുന്നു. സ്വസ്ഥമായി അധ്യാപകർക്ക് കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല. നിയമപാലകർ പോലും നിയമലംഘനം നടത്തുന്നു. എന്തിനേറെ ദൈവ സാന്നിധ്യം നാം പ്രതീക്ഷിക്കുന്ന ഇടത്ത് പോലും കള്ളവും കൊള്ളയും, എങ്ങും ഒരു സ്വസ്ഥതയില്ല. പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുമോ? നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. എനിക്ക് എന്നെക്കൊണ്ട് ഒരു നന്മ കാണുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുക. സമാധാനം കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നില്ല പറയുന്നു. നമുക്ക് എവിടെ ചെന്നാൽ സമാധാനം കിട്ടും, എവിടെ ചെന്നാൽ സന്തോഷം കിട്ടും, സ്വസ്ഥത കിട്ടും. നിയമപാലകരുടെ പുറകെ പോയാൽ അവിടെയും വ്യാജവും പൊങ്ങച്ചവും എല്ലാമാണ് നാം കണ്ടെത്തുന്നത്. പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അന്യോന്യം പരിമിതികളെ അംഗീകരിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്യുന്നത് പോലെ എൻ്റെ സഹോദരനും എൻ്റെ അക്കാരനും തെറ്റ് ചെയ്യുന്നു. ദൈവകൽപ്പന ഞാൻ ലംഘിക്കുന്നത് പോലെ എൻ്റെ സഹോദരനും എൻ്റെ അയൽക്കാരനും ദൈവകൽപ്പന ലംഘിക്കുന്നു.
ദൈവകൽപ്പനയുടെ ലംഘനത്തിൽ വലിപ്പച്ചെറുപ്പം ഇല്ല. നാം കൊലപാതകം, വ്യഭിചാരം എന്നിങ്ങനെയുള്ള പാപങ്ങളെയൊക്കെ ഏറ്റവും വലിയ മാരക പാപമായിട്ട് കാണുന്നുണ്ട്. വേദപുസ്തകം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ വസ്തുവക ആഗ്രഹിച്ചോ പോയോ അതും കൊലപാതകത്തിനും വ്യഭിചാരത്തിനും തുല്യമാകുന്നു. അവിടെ ഏറ്റക്കുറച്ചിലുകൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നില്ല. ചെറിയ പാപവും വലിയ പാപവും ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നീ മോഹിക്കരുതെന്ന് കൽപ്പിച്ച ദൈവം നിന്നെ അറിയുന്ന ദൈവം. നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നീ നല്ലവണ്ണം അറിഞ്ഞ് നിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിയമണ്ണം തരുവാൻ മതിയായവരാ. ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഒരു വൃക്ഷം എടുത്താൽ വൃക്ഷത്തിൻ്റെ പൂവും കായും ഇലകളുമൊക്കെ വളരെ മനോഹരം ആയിരിക്കും. ആ വൃക്ഷത്തിൻ്റെ വേര് മണ്ണിനടിയിൽ പുറഞ്ഞ് കിടക്കുക. ആരും അത് ദർശിക്കുന്നില്ല, കാണുന്നില്ല. അത് വെറും ചള്ളയ്ക്കകത്തോ അല്ലെങ്കിൽ മണ്ണിനകത്തോ ആണ് അതിൻ്റെ സ്ഥിരവാസം. അതിനെ ലോകം ദർശിക്കുന്നില്ല. എന്നാൽ ആ വൃക്ഷത്തിൻ്റെ മൂല്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞാൽ വേറെ കൊമ്പ്, ശിഖരം മുളച്ചു വരും. വൃക്ഷത്തിൻ്റെ പൂക്കളോ കായ്കളോ പറിച്ചു കളഞ്ഞാൽ അടുത്ത സീസണിൽ ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെയും ഉണ്ടാകും. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഈ വേരുണ്ടല്ലോ, അത് ചള്ളയ്ക്കകത്ത് പൂഴ്ന്നു കിടക്കുന്ന ആ വേര്, ആ വേര് വെട്ടിക്കളഞ്ഞാലോ വൃക്ഷം എന്നേക്കുമായിട്ട് ഉണങ്ങിപ്പോകുന്നു. നമ്മുടെ വേര്, അതാണ് നാം ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമമാണ് നാം കരുതുവാനുള്ളത്. ഭൗതികമായ കാര്യങ്ങളൊക്കെയും താൽക്കാലികം മാത്രമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ആവശ്യങ്ങളും മാറി മാറി വരിക, കാഴ്ചപ്പാട് മാറി മാറി വരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിച്ച് ബാല്യം മുതൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരുന്ന ഒരു ജീവിതമാകുന്നു നമുക്ക് അഭിലഷണീയമായിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുന്നു നമുക്ക് ആര് നന്മ കാണിക്കും. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ലോട്ടറി എടുക്കുന്നവരുണ്ട്, സ്വത്തൊക്കെയും പണയം വയ്ക്കുന്നവരുണ്ട്, ലോൺ എടുക്കുന്നവരുണ്ട്. ഇതുകൊണ്ടൊന്നും ജീവിതം അർത്ഥപൂർണമാകുന്നില്ല. ഇതുമൂലം കൂടുതൽ കൂടുതൽ ബാധ്യതകൾ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നവരായിരിക്കും നാം അങ്ങനെ ആയിരിക്കും ആയിത്തീരുന്നത്. എന്നാൽ മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അതോടുകൂടി ലഭിക്കുന്ന ദൈവം നൽകുന്ന നന്മകളെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് തൃപ്തികരമാകും. ദൈവപരിപാലനയെക്കുറിച്ച് മോശ ഇസ്രായേൽ മക്കളോട് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലെ 29 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ദൈവം ആരാണ്, നമ്മെക്കുറിച്ച് എത്രമാത്രം
ശ്രദ്ധാലുവാണ്. ആവർത്തന പുസ്തകം 1-29 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും വരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. അതാണ് നമുക്ക് കാണുവാനുള്ളത്, ഉറപ്പിക്കുവാനുള്ളത്. നാം ഏത് ജീവിതത്തിൻ്റെ ദുഃഖകരമായ അനുഭവത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോഴും നമുക്ക് മുൻപായി നമ്മുടെ ദൈവമായ യഹോവ നടക്കുന്നു. അങ്ങനെ ദൈവമായ യഹോവ നമുക്ക് മുൻപായി നടക്കുമ്പോൾ കൂരിരുൾ താഴ്വരെ ഭയപ്പെടുവാനില്ല. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ ബലമുള്ള കരങ്ങളാൽ നീ എന്നെ പിടിച്ചിരിക്കുന്നല്ലോ. നിൻ്റെ ദൈവമായ യഹോവ നാം ഏതനുഭവത്തിൽ കൂടെ, ഏത് ദുഃഖകരമായ പ്രയാസത്തിൽ കൂടെ പോയാലും നമുക്ക് മുൻപായി നടക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നവും നമ്മൾ നേരിടേണ്ടി വരുന്നില്ല. വീണ്ടും മോശ അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ കാൺകെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് പ്രതിയോഗികൾ, ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ ദൈവമായ യഹോവ എല്ലായിടത്തും ശത്രുക്കളോട് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 31 വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. മരുഭൂമിയിൽ ഭക്ഷിക്കാനൊന്നുമില്ലാത്തടത്ത് മന്ന വർഷിപ്പിച്ച്, കുടിക്കാൻ വെള്ളമില്ലാത്തടത്ത് ഉറവുകളെ ഒഴുക്കി, അവരുടെ 40 വർഷം മരുഭൂമിയിൽ കൂടി നടന്നിട്ടും അവരുടെ വസ്ത്രം കീറുകയോ അവരുടെ കാല് നീര് വയ്ക്കുകയോ ചെരുപ്പ് തേയുകയോ ചെയ്യാതെ അവരെ പരിപാലിച്ച ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. 32 വാക്യം വളരെ നമ്മെ ചിന്തിപ്പിക്കുന്നൊരു വാക്യമാണ്. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ദൈവം എന്തിനാണ് അവരുടെ കൂടെ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും നടന്നത് എന്നുള്ളത് നമുക്കൊന്നും കൂടെ നോക്കാം. പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കുവാൻ, നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ദൈവം മുൻപായി നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ഇത്രമാത്രം മനുഷ്യനെ കരുതുന്ന ഒരു ദൈവം, സ്നേഹവാനായ പിതാവായി നമുക്കുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനു ഭാരപ്പെടുന്നു? സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ വിശ്വാസം, ഈ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.